ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെൽത്തി യമ്മി ബൈറ്റ്സ് ആൻഡ് സൂസൻ. ഇവിടെ കേരളത്തിൻ്റെ ഫെസ്റ്റിവലായ മലയാളികളുടെ ഫെസ്റ്റിവലായ ഓണം അടുത്തല്ലോ. ലോകത്ത് എവിടെയുമുള്ള മലയാളികൾ ഓണസദ്യ തയ്യാറാക്കും. ഓണസദ്യയിലെ ഒരു പ്രധാന ഐറ്റമായ ഒഴിച്ചുകൂടാനാവാത്ത ഓലനാണ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഓലൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. ഓലൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും വളരെ ഹെൽത്തി ആയിട്ടുള്ളതും വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്നതുമായ ഒരു ഡിഷാണ്. അപ്പോൾ ഈ ഓലൻ്റെ റെസിപ്പി കാണുന്നതോടൊപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഓർക്കണേ. ഓലൻ തയ്യാറാക്കുന്നതിനായി ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. ഓലൻ ഉണ്ടാക്കുന്നതിനായി വൻപയർ കുതിർത്തെടുക്കണം. ഇത് നന്നായി കുതിർത്തെടുത്ത വൻപയറാണ്. 1 കപ്പ് വൻപയർ 7-8 മണിക്കൂർ കുതിർത്തെടുത്തിട്ടുണ്ട്. രാത്രിയിൽ കുതിർക്കാനിട്ടാൽ രാവിലെ കുതിർന്ന് കിട്ടും. അതാണ് ഏറ്റവും നല്ലത്. ഇത് നന്നായി ഒന്ന് കഴുകിയെടുക്കാം. പയറുവർഗ്ഗങ്ങളെല്ലാം നന്നായി കുതിർത്തെടുത്ത ശേഷം വേവിക്കുന്നതാണ് നല്ലത്. കുതിർക്കുന്ന കാരണം എളുപ്പം വെന്ത് കിട്ടും. കുക്കറിലേക്കിട്ട് 2 കപ്പ് വെള്ളം ഒഴിക്കുന്നു. അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കാം. ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ച് 1 വിസിലും പിന്നീട് ഫ്ലെയിം ലോ ആക്കി ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. 1 വിസിൽ വന്നിട്ടുണ്ട്. ഫ്ലെയിം കുറച്ച് കൊടുക്കാം. കുറഞ്ഞ തീയിലിരുന്ന് ഒരു 10 മിനിറ്റ് വേകട്ടെ. അതിനുശേഷം പ്രഷറെല്ലാം നന്നായി പോയ ശേഷം തുറന്നു നോക്കിയാൽ മതി. ഇവിടെ പയർ നന്നായി വെന്തിട്ടുണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾ ചെയ്യുമ്പോൾ അഥവാ വെന്തിട്ടില്ല എങ്കിൽ 1 വിസിലൂടെ വേവിച്ചെടുക്കുക. പയർ വെന്തോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. നല്ലതായിട്ട് ഉടഞ്ഞു വരുന്നുണ്ട്. നന്നായി വെന്തിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടുതലാണ്. പറ്റിച്ചെടുക്കാം. അല്പനേരം ബോയിൽ ചെയ്ത് പറ്റിച്ചെടുക്കാം. വെള്ളം ആവശ്യത്തിന് പറ്റി വന്നിട്ടുണ്ട്. ഞാനിതിൽ നിന്ന് ഒരു പകുതി പയറെടുത്താണ് ഓലൻ ഉണ്ടാക്കാൻ പോകുന്നത്. 1 കപ്പ് ബോയിൽ ചെയ്ത വൻപയറും നീളത്തിൽ കനം കുറച്ചരിഞ്ഞ 1 കപ്പ് കുമ്പളങ്ങയും 4 പച്ചമുളകും കടുവ കീറി റെഡിയാക്കിയെടുക്കാം. പിന്നെ കോക്കനട്ട് മിൽക്കാണ് വേണ്ടത്. അതിനായി ഞാൻ കോക്കനട്ട് മിൽക്ക് പൗഡറാണ് ഉപയോഗിക്കുന്നത്. പാകം ചെയ്യാനെടുക്കുന്ന പാത്രത്തിലേക്ക് ഈ 1 കപ്പ് പയർ വേവിച്ചതും കുമ്പളങ്ങ നീളത്തിൽ അരിഞ്ഞതും പച്ചമുളക് കീറിയതും ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഇനി തേങ്ങാപ്പാൽ, തിന്നായിട്ടുള്ള തേങ്ങാപ്പാൽ, അതായത് 2ാം പാൽ 1 കപ്പ് ചേർത്ത് മിക്സ് ചെയ്യാം. ഇനി 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കാം. പയറിൽ നേരത്തെ ഉപ്പിട്ടതാണ്, അതുകൊണ്ട് 1/2 ടീസ്പൂൺ കുറച്ചിട്ടാൽ മതി. നമ്മുടെ കുമ്പളങ്ങയ്ക്കും ഗ്രേവിക്കും ഒക്കെ വേണ്ടിയതായിട്ടുള്ള ഉപ്പ്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതൊരു 7 മിനിറ്റ് വേവിച്ചെടുക്കാം. ഒരു 3-4 മിനിറ്റിന് ശേഷം തുറന്നു നോക്കി ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ടോട്ടൽ ഒരു 7-8 മിനിറ്റ് ആയിട്ടുണ്ട്. തുറന്നു നോക്കി ഇളക്കാം. കുമ്പളങ്ങ ഒക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് ഇതിലേക്ക് കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. തീ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം 1ാം പാൽ ചേർക്കാൻ. ഒരു 3/4 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർക്കുന്നു. ഇനി ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലും ചേർത്ത് ഇളക്കാം. ഇതിനി ഒന്ന് ചെറുതായി ചൂടാക്കി എടുത്താൽ മതി. അധികം നേരം ബോയിൽ ചെയ്യണ്ട. ഒന്ന് ബോയിൽ ചെയ്ത് വന്നാൽ മതി. അതിനുശേഷം തീ ഓഫ് ചെയ്ത് ടേസ്റ്റ് ചെയ്ത് ഉപ്പൊക്കെ പാകത്തിനാണോ എന്ന് ചെക്ക് ചെയ്യുക. ഇവിടെ ഉപ്പ് പാകത്തിനുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഓലൻ. തേങ്ങാപ്പാലിൻ്റെയൊക്കെ ഒരു ചെറിയ മധുരവും നല്ല ക്രീമി ടെക്സ്ചറും ആയിട്ടുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഓലൻ. അങ്ങനെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഓലൻ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓലൻ നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. മറ്റൊരു ഹെൽത്തി റെസിപ്പിയുമായി ഉടൻ തന്നെ വരുന്നതാണ്. തീർച്ചയായും കാണണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.